Remember the days we were young, wild and free, basic getting sprung. We used to dance the night away, hang out the whole next day. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ബാംഗ്ലൂരിൽ വീക്ക് ഓഫ് ഉള്ളൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ എണീച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് നല്ല ഇഷ്ടം കേട്ടോ, നല്ല തണുപ്പാണ്. പിന്നത്തെ കാര്യം എന്താന്ന് വെച്ചാൽ വ്യൂ, ഞാൻ ഉദ്ദേശിച്ചത് വിൻഡോ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ റൂം ക്ലീൻ ആക്കാൻ ആള് വന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് പോയി ഇരിക്കുകയാണ് കേട്ടോ. മുറ്റത്തല്ല, ഞാൻ ഉദ്ദേശിച്ചത് റൂമിന്റെ പുറത്ത് നിന്നാണ്. അപ്പൊ ഇനി നമുക്ക് പല്ല് തേച്ച് മുഖം കഴുകാം. കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ. സത്യം പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ തന്നെ തീരുമാനമായിട്ടില്ല. അതായത് ഇതുവരെ സ്കിൻ കെയർ നല്ലത് കിട്ടിയിട്ടില്ല കേട്ടോ. സ്റ്റിൽ തെരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഫേസ് വാഷ്, സൺസ്ക്രീന്, ലിപ് ബാം, പിന്നെ ഒരു സെറം യൂസ് ചെയ്യാണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ഒരുപാട് പരിപാടികൾ അറിയുമ്പോൾ അത്ര ഒരുപാടൊന്നും ഇല്ല, എന്നാലും പറയുമ്പോൾ ഇതിന് പറയുകയാണ്. അങ്ങനെ ലിപ് ബാം ഒക്കെ ഇട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. അപ്പോൾ ഇന്ന് വീക്ക് ഓഫാണ്, ഓഫീസൊന്നുമില്ല. അപ്പോൾ ഒരു ഓഫീസില്ലാത്ത എൻ്റെ ലൈഫിലത്തെ റൂട്ടീൻ എങ്ങനെയെന്നാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എനിക്ക് ഇവിടുത്തെ ഏറെക്കുറെ ഫുഡ് ഇഷ്ടമാണ്, പക്ഷെ ചില ഫുഡ് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്ത ടൈപ്പ് ഫുഡാണ് ഇത്. അത് ഇവിടെ നല്ല എനിക്ക് വീട്ടിലാകുമ്പോൾ സേമിയ, ഉപ്പുമാവ് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. വീട്ടിലെന്നപ്പോൾ കഴിക്കുന്നില്ല, പക്ഷെ ഇവിടെ വേറെ വഴിയില്ലല്ലോ, അപ്പോൾ പിന്നെ കഴിക്കുക ചെയ്യും. അപ്പോൾ ഇനി ഉള്ളുള്ളു കുളിക്കാൻ പോവുകയാണ്. ഉള്ളുള്ളു കുളിച്ചിട്ട് കാണാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി സ്കിന്നിനൊക്കെ ഒന്ന് കെയർ ചെയ്യാം. ഇപ്പൊ വിന്റർ സീസണൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഫേസിൽ ലിംസിൽ ഡ്രൈനെസ് കാരണം ഹെൽത്ത് ആൻഡ് അപ്പിയറൻസ് നല്ലോണം അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ ഡൾനെസ്, ഗ്ലോ പോവുക, വൈറ്റ് പാച്ചസ് അല്ലെങ്കിൽ സ്ക്രാച്ചി, ഡാർക്ക് ആൻഡ് ഡ്രൈ സ്കിൻ ഒക്കെ കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് ഇടക്കിടക്ക് മോയ്സ്ചർ അപ്ലൈ ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് പുറത്തു പോകുമ്പോൾ. നൗറിഷ്മെന്റിനും നോർമലൈസേഷനും നമ്മളെ സ്കിന്നിന് ഡ്രൈനെസ് നോർമൽ ആവാനും അതുപോലെ ലോങ്ങർ, സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ടച്ച് ഒക്കെ ഉണ്ടാവാൻ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഹൈഡ്രേഷൻ തരുന്ന പക്ഷെ ഗ്രീസി അല്ലാത്ത സ്കിൻ ബാരിയർ സപ്പോർട്ട് പ്രൊട്ടക്ഷൻ തരുന്ന പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. അതിന് ഞാൻ യൂസ് ആക്കുന്നത് ഹിമാലയ കോക്കോ ബട്ടർ ഇന്റൻസീവ് ബോഡി ലോഷൻ ആണ് കേട്ടോ. ഇത് ഹൈഡ്ര ന്യൂട്രി ബാലൻസ്ഡ് എൻറിച്ച് ആണ് കേട്ടോ. പിന്നെ ഇതിൽ പവർ ഓഫ് 3 നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. കൊക്കോ ബട്ടർ, പ്ലാന്റ് ബേസ്ഡ് ഗ്ലിസറിൻ, വീറ്റ് ജേം ഓയിൽ, ഇതിലൊക്കെ റിച്ച് ആണിത്. അതുകൊണ്ട് തന്നെ സ്കിൻ മോയ്സ്ചർ ചെയ്യും. ബട്ടറി സോഫ്റ്റ് സ്കിൻ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ കെയർ ആൻഡ് നൗറിഷ്മെന്റ് കൊടുക്കണം. കൊക്കോ ബട്ടർ സ്കിന്നിന് പെട്ടെന്ന് സോഫ്റ്റ് ആൻഡ് മോയ്സ്ചർ ചെയ്യും. ഇത് നോൺ ഗ്രീസി ആണ്, സ്കിൻ ഫ്രഷ് ആക്കും, ഓയിലി ആക്കൂല. ആൾസോ ഇതിന് മൈൽഡ് കോക്കോ ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. കോക്കോന്റെ പ്രസന്റ് റിഫ്രഷിംഗ് സെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമാണ്. സ്കിന്നിനെ ഡീപ്ലി നൗറിഷ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്ത് ഡ്രൈ സ്കിന്നെ റിപ്പയർ ചെയ്യും. ഇതിൽ നാച്ചുറലി ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി റീസ്റ്റോർ ചെയ്യും, സ്കിന്നിന്റെ മുന്നത്തേക്കാൾ സോഫ്റ്റ് ആൻഡ് ടോണറും ആക്കും. കുളി കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. കോയിൻ സൈസ് ഡ്രോപ്പ് കയ്യിലെടുത്തിട്ട് ബോട്ടം ടു അപ്പ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ജെന്റ്ലി മസാജ് ചെയ്യട്ടോ. ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, ഹിമാലയ വെബ്സൈറ്റ് ആൻഡ് ആപ്പിലൊക്കെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഇനി നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ഷോപ്പിക്ക് പോവുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്, കുറച്ച് തന്നെ ഉള്ളു വാങ്ങാൻ. പിന്നെ എന്തിനാ ഒരുക്കി കെട്ടി പോകണമെന്ന് വെച്ചാൽ റീൽസ് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ റീൽസ് എടുത്തപ്പോൾ ഏതായാലും ഒരുങ്ങിയത് കേട്ടോ. ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഒരു ബാഗ് വാങ്ങണത്. അങ്ങനെ ഞാൻ ബാഗൊക്കെ വാങ്ങിക്കണം. നമ്മൾ പോവുകയാണ് ഷോപ്പിന്. ഞാൻ ശരിക്കും ഒരു ഉമ്മ വൈബ് ഉണ്ട് അല്ലേ, ചുരിദാറൊക്കെ ഇട്ടിട്ട് വലിയൊരു ബാഗും. എന്തായാലും നമുക്ക് പോവാം. ലൈക്ക് ഐ സെഡ്, നമ്മൾ സാധനമാനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. പീജിന്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അടുത്ത് തന്നെ മീൻസ് തൊട്ടപ്പുറത്തല്ല, കുറച്ച് നടക്കാനുള്ളൂ. ഓഫീസിന്റെ മുന്നെയാണ് കേട്ടോ. ചെട്ടിനൊരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് കേട്ടോ കമ്മൽ അവിടെ തന്നെ അല്ലേ നോക്കിയത്. സത്യം പറഞ്ഞാൽ ഞാൻ സാധനം വാങ്ങാനല്ല പോണത്. ഞാൻ മെയിനായിട്ട് പോണത് എന്താ വെച്ചാൽ കാത്തി റോളും പിന്നെ ഒരു ഐസ്ക്രീം ഉണ്ട് കേട്ടോ, അത് വാങ്ങാനാട്ടോ. സാധാരണ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഈ ഐസ്ക്രീം ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. എനിക്കിങ്ങനെ ഇടയ്ക്ക് തോന്നലുണ്ട് കേട്ടോ, എന്നപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോവാനൊക്കെ ആയതെന്ന്. ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ താത്താൻ്റെ കല്യാണം ഉണ്ടായിട്ടും പാടെ എൻ്റെ പപ്പ എന്നെ വിട്ടിരുന്നില്ല. ഞാനാണ് ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ. ഐ നെവർ എവർ എക്സ്പെക്റ്റഡ് മീ ലിവിങ് ദിസ് കൈൻഡ് ഓഫ് ലൈഫ്. ഐ ആം ലിറ്റർലി ഹാപ്പി വിത്ത് ദിസ്. എന്താ വെച്ചാൽ നമ്മൾ ഒന്നും കൂടി ഇൻഡിപെൻഡൻ്റ് ആവും, ഓൾസോ ഒന്നുകൂടി മെച്യൂർഡ് ആവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ വീട്ടിലായിരുന്ന ടൈമിൽ ഞാൻ ഒറ്റയ്ക്ക് ബസ് കൂടി കയറി പോയിട്ടില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഇല്ലാത്ത ഞാൻ എപ്പോഴുമേ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കാത്തി റോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ
അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്ക്കൂല. അത്ര ഇഷ്ടമാണ് എനിക്കത്. എനിക്ക് PG പോയിരുന്ന് തിന്നാൻ മതിയെന്നു, പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്ന് തിന്നാൻ തോന്നിട്ടോ. കാരണം ഇത്ര നേരം ഞാൻ PGൻ്റെ ഉള്ളിലായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് പുറത്ത് വന്നിരിക്കാൻ തോന്നി. ബിക്കോസ് പ്രകൃതി രമണി. ഇതാണ് ഞാൻ പറഞ്ഞ ഐസ്ക്രീം. അതിൻ്റെ പേര് സോഫ്റ്റ് ഐസ്ക്രീം എന്നാണ്. അതുകൊണ്ട് തന്നെ തോന്നുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഐസ്ക്രീമിൻ്റെ പോലെ ഒന്നുമല്ല, ഇത് നല്ല രസമാണ്. അങ്ങനെ ഷോപ്പിങ്ങും തിന്നലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് PGക്ക് പോവുകയാണ് കേട്ടോ. പോണ വഴിക്ക് ഞാൻ എൻ്റെ കമ്മൽ ചാടിപ്പോയോന്ന് നോക്കണുണ്ട്. അങ്ങനെ പോയി തിരിച്ചു വന്നല്ലോ. എനിക്ക് ഷോപ്പിംഗ് മാളല്ല, ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ അവിടുത്തെ സെയിൽസ് ഗേളിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. എൻ്റെ കൂടെ ഫ്രണ്ട്സ് ആൾ ഷോപ്പിങ്ങിന് വന്ന മാതിരിയായിരുന്നു. എൻ്റെ ഒപ്പം തന്നെ നിൽക്കുക. അപ്പം ഒക്കെയാണെങ്കിൽ വീഡിയോ എടുക്കാനും മടി, ഒരു കൂടെ നടക്കുക. അങ്ങനെ വീഡിയോ എടുത്തില്ല. എന്തായാലും വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റത്തെ സാധനം പറയുന്നത് നമ്മൾ നാരങ്ങയാണ്. ലെമൺ അത് വേറെ ഒന്നിനല്ല, സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ്. ഫേസ് ക്ലെൻസറാണ് വാങ്ങിക്കണത്. പിന്നെ ഹെയർ സെറ്റിംഗ് ജെൽ, പിന്നെ ഡയറി മിൽക്ക്. ശരിക്കും ഞാൻ വാങ്ങാൻ പോയത് നാരങ്ങയും പിന്നെ ബോഡി വാഷും കേട്ടോ. പക്ഷെ ബോഡി വാഷ് കിട്ടിയില്ല, അത് വാങ്ങാതെ വന്നത് എന്നിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇടാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ടെറസുകൾ. നോക്കി എന്ത് രസമുള്ള വ്യൂ ആണ്. 4 ഭാഗവും നല്ല രസമുള്ള വ്യൂ ആണ്. പിന്നെ സ്കൈൻ്റെ ഒരു ഞാൻ നാട്ടിൽ പോയപ്പോൾ ഈ കവർ വിടയുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് തുറന്നപ്പോൾ ഉണ്ട് ഒരു കൂറ ചാടി പോരണു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇട്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ജെല്ല് കഴിഞ്ഞിക്കണമെന്ന്. അറ്റ് ദാറ്റ് മൊമെന്റ് ഐ റിയലൈസ്ഡ് ഐ സ്ക്രൂഡ് അപ്പ്. പക്ഷെ പറ്റേ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൽ കുറച്ചും കൂടി ഉണ്ട്. ഒരു 3 വട്ടം കൂടി വാഷ് ചെയ്യാറുണ്ടെന്ന് വിശ്വസിക്കാം. അങ്ങനെ ക്ലോത്ത്സ് ഒക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടോ അടിയിലേക്ക് ഇറങ്ങി പോവാതെ ഞാൻ അവിടെ മാനം നോക്കിയിരിക്കുന്നു കേട്ടോ. കാരണം യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നോക്കി 30 മിനിറ്റ്സ് ആയി എനിക്ക് അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തോരിയിടാം കേട്ടോ. അപ്പോൾ ആ 30 മിനിറ്റ്സ് ഞാൻ എന്ത് ചെയ്തു? സീരീസ് കാണാൻ പോയിട്ടോ, വാമ്പയർ ഡയറീസ്. ഞാനിത് സമ്മർ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൽ 8 സീസൺ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ സീസണിന് കുറച്ച് എപ്പിസോഡും കൂടിയുള്ളൂ കാണാൻ. അതും കൂടി കഴിഞ്ഞാൽ അത് ഖത്തമായി ഗൈസ്. അങ്ങനെ നമ്മളെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫുഡ് റെഡി ആയിക്കോളൂ പറയണത്. ചില സമയങ്ങളിൽ ക്ലിപ്പ് കുത്തിയാലും ഡ്രസ്സ് പറന്ന് പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 3-4 ക്ലിപ്പാണ് ഒരു ഡ്രസ്സമ്മ കുത്തി വെക്കൽ. അങ്ങനെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയാണ് ഏറ്റവും രസമുള്ള പരിപാടി. നമ്മൾ പുറത്ത് പോവുകയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ഏക്കരല്ലോ. അപ്പം പിന്നെ പുറത്ത് പോവാൻ വിചാരിച്ചു. അപ്പം എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റ് ഉണ്ട്, ഓളെ കൂടെയുണ്ട് ഞാൻ പോണത്. അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി പോവാം. അപ്പം നമ്മൾ പോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു കഫേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കഫേ, ഇത് നല്ല രസമുള്ള കഫേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സ്. ഞാനും എൻ്റെ റൂംമേറ്റുമാണ് പോയത്. ഓളെ പേര് ഹിരൺമായി എന്നാണ് കേട്ടോ. ഓൾ ആന്ധ്രാപ്രദേശിലുള്ളതാണ്. ഇന്നേക്കാളും 3-4 വയസ്സ് മൂത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഈ ഒരു ഡ്രിങ്കും പിന്നെ കേക്കുമാണ് ഓർഡർ ചെയ്തത്. രണ്ടിൻ്റെയും പേര് എനിക്ക് ഓർമ്മയില്ല. കേക്ക് എന്ത് രസമായിരുന്നു. കേക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സ്വർഗം കണ്ടു എന്ന് തന്നെ പറയാം. പക്ഷേ ഡ്രിങ്ക് 5 പൈസക്ക് ഉണ്ടായിരുന്നില്ല, അത് കുടിക്കാൻ കഴിയണുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കേക്ക്. എനിക്ക് ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് വായിന്ന് പോയിട്ടില്ല. അതേപോലെ തന്നെ ഡ്രിങ്കിൻ്റെ ടേസ്റ്റിൻ്റെ വായിന്ന് പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കഫേക്ക് എന്തിനാണ് പോയത് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ എല്ലാവരും സ്റ്റോറിയും ക്രിസ്മസ് ആയിട്ട് കോളേജിലത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഇതേപോലെ ക്രിസ്മസ് റിലേറ്റഡ് സ്റ്റോറി ആൻഡ് ഫോട്ടോ ഒക്കെ ഇടണമെന്നുണ്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ അതിനാണ് കേട്ടോ ഞാൻ വന്നത്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് വൈബ് കിട്ടാൻ വേണ്ടി ഇങ്ങാണ്ട് ഞങ്ങൾ അവിടെ ചെന്നു, ഫുഡ് കഴിച്ചു, കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്തു. പിന്നെ അത് അവിടെ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പ്, ഇങ്ങനെ ചിത്രം വരയ്ക്കണ സംഭവം, അങ്ങനെ അത് കഴിഞ്ഞിട്ട് മെയിൻ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വേറൊരു ഹോട്ടലിലേക്കാണ് പോയത്. ആ ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കൈ കഴുകാൻ എണീച്ചപ്പോഴാണ് അവർ ഇരിക്കൂ ലെമൺ വാട്ടർ കൊണ്ടുവന്നത് കൈ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോവാൻ വെച്ചിട്ടോ, അതും നാരങ്ങ വെള്ളത്തിൽ കൈ കഴുകാൻ വേണ്ടി മാത്രം. അത് ഞങ്ങൾ എങ്ങോട്ടാ വന്നറിയോ? നാരങ്ങ വെള്ളം കൊണ്ട് കൈ കഴുകണ സ്ഥലത്തേക്ക്. ഞാൻ ഇവിടേക്ക് വന്നിട്ട് നാരങ്ങ വെള്ളത്തിൽ കൈ കഴുകാനാണ് അത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാട്ടോ അവിടുത്തെ ഫുഡ്. അതോടുകൂടിയാണ് അങ്ങോട്ട് പോയത്. അവിടുന്ന് ഒരട്ടുള്ളൂ കേട്ടോ തിന്നിട്ടത്, 2ാമത്തെ തൊട്ടാണ്. എന്നാലും അങ്ങനെ റൂമിലെത്തിയപ്പോൾ സുഖമായി കിടക്കുകയാണ്. ഞാൻ അള്ളപ്പാപ്പ ഉറങ്ങാൻ പോവാണ് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു. പിന്നെ അങ്ങനെയാണല്ലോ
അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ബൈ ബൈ.